ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജില്ലാ ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ പ്രചരണാർത്ഥം തയ്യാറാക്കിയ VIP ടാഗ് ലൈൻ വീഡിയോ പ്രകാശനം ചെയ്തു. മുല്ലശ്ശേരി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ദന്തരോഗ വിഭാഗവും ഐസൊലേഷൻ വാർഡും പ്രവർത്തനം തുടങ്ങി. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം സമാപിച്ചു. സമാപന സമ്മേളനത്തിൽ പുതിയ സംസ്ഥാന ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജില്ലാ ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ പ്രചരണാർത്ഥം തയ്യാറാക്കിയ VIP ടാഗ് ലൈൻ വീഡിയോ പ്രകാശനം ചെയ്തു. മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ ഓൺലൈനായി പ്രകാശനം നിർവഹിച്ചു. സമ്മതിദാന അവകാശത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവത്കരിക്കുന്ന VIP ടാഗ് ലൈൻ സംസ്ഥാന വ്യാപകമായി അവതരിപ്പിക്കുന്നതിന് പരിഗണനയിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. വോട്ട് ഈസ് പവർ ആൻഡ് വോട്ടർ ഈസ് പവർഫുൾ. വോട്ട് ചെയ്യൂ, VIP ആകും എന്ന ആശയമാണ് VIP മുന്നോട്ട് വയ്ക്കുന്നത്. പൊതുജനങ്ങളിൽ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ മുന്നോട്ടെത്തിക്കുകയാണ് VIP ക്യാമ്പയിനിന്റെ ലക്ഷ്യം. പൊതുവെ സമൂഹത്തിൽ സാമൂഹികമായും സാമ്പത്തികമായും സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും മുന്നിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഭാഗം ജനങ്ങൾ എന്ന അർത്ഥത്തെ മാറ്റിയെഴുതുക കൂടിയാണ് VIP ക്യാമ്പയിൻ. വോട്ട് ചെയ്യാൻ അധികാരമുള്ള ഓരോ പൗരനുമാണ് യഥാർത്ഥത്തിൽ VIP എന്നും ജനാധിപത്യ പ്രക്രിയയിൽ ഓരോ സമ്മതിദായകരും വഹിക്കുന്ന കർത്തവ്യം എത്രത്തോളമാണെന്ന ആശയമാണ് ക്യാമ്പയിൻ മുന്നോട്ട് വയ്ക്കുന്നത്. വലിപ്പ ചെറുപ്പ വ്യത്യാസമില്ലാതെ 18 വയസ്സ് തികഞ്ഞവർ മുതൽ മുതിർന്ന പൗരന്മാർ വരെയുള്ളവർ VIPകളാകുന്ന സന്ദേശമാണ് ജില്ലയിൽ നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ മുഖമുദ്ര. അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർക്ക് കിലയിൽ നടത്തുന്ന പരിശീലനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയിൽ ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ അധ്യക്ഷനായി. മാർച്ച് 4 മുതൽ 8 വരെ നടക്കുന്ന പരിശീലനത്തിൽ 32 പേരാണ് പങ്കെടുക്കുന്നത്. IAI-DM നാഷണൽ ലെവൽ മാസ്റ്റർ ട്രെയിനർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകും. ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ MC ജ്യോതി, കേരള അഡീഷണൽ CEOമാരായ പ്രേംകുമാർ, അദിൽ അബ്ദുള്ള, അഡീഷണൽ CEO ട്രെയിനി C ശർമിള, അസിസ്റ്റന്റ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി, ഇലക്ഷൻ ജൂനിയർ സൂപ്രണ്ട് M ശ്രീനിവാസ്, ഉപവരണാധികാരികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ ടൈം, തൃശൂർ. മുല്ലശ്ശേരി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ദന്തരോഗ വിഭാഗവും ഐസൊലേഷൻ വാർഡും പ്രവർത്തനം തുടങ്ങി. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. ഗുണമേന്മയ്ക്കുള്ള ISO സർട്ടിഫിക്കേഷൻ ഉൾപ്പെടെ ലഭിച്ച സംസ്ഥാന തലത്തിൽ തന്നെ മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ കേന്ദ്രമാണ് മുല്ലശ്ശേരിയിലേതെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ആംബുലൻസ്, ഡിജിറ്റൽ എക്സ്റേ, ജനറേറ്റർ ഉൾപ്പെടെ ധാരാളം സജ്ജീകരണങ്ങൾ ആരോഗ്യ കേന്ദ്രത്തിന് നൽകിയ മുരളി പെരുന്നെല്ലിക്ക് ആരോഗ്യവകുപ്പിന്റെ നന്ദിയും മന്ത്രി രേഖപ്പെടുത്തി. മണ്ണൂർ നിയോജക മണ്ഡലത്തിലെ മുല്ലശ്ശേരി സാമൂഹിക ആരോഗ്യ കേന്ദ്രം സംസ്ഥാന തലത്തിൽ തന്നെ മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സാമൂഹിക ആരോഗ്യ കേന്ദ്രമാണ്. ഗുണമേന്മയ്ക്കുള്ള ISO സർട്ടിഫിക്കേഷൻ ഉൾപ്പെടെ ഈ ആരോഗ്യ കേന്ദ്രത്തിന് ലഭിച്ചിട്ടുണ്ട്. ഒരു നല്ല സ്ഥാപനം എന്ന നിലയിൽ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഈ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ പുതുതായി ദന്തരോഗ വിഭാഗവും അതോടൊപ്പം തന്നെ ഇതിനോട് ചേർന്നുകൊണ്ട് ഐസൊലേഷൻ വാർഡും നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട MLA നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തിയുള്ള ഡിജിറ്റൽ എക്സ്റേക്ക് ഉൾപ്പെടെ ജനറേറ്റർ ഉൾപ്പെടെ പല സൗകര്യങ്ങളും ഈ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ ആംബുലൻസും ഈ ആരോഗ്യ കേന്ദ്രത്തിന് ബഹുമാനപ്പെട്ട MLA നൽകിയിരുന്നു. MLAയുടെ വളരെ നിസ്തുലമായിട്ടുള്ള നേതൃത്വത്തിന് ഹൃദയപൂർവ്വമായിട്ടുള്ള നന്ദി ആരോഗ്യവകുപ്പിൻ്റെ പേരിൽ അറിയിക്കുകയാണ്. 2020-21 സാമ്പത്തിക വർഷത്തിൽ ആർദ്രം പദ്ധതിയിൽ സംസ്ഥാനത്ത് 1ാം സ്ഥാനം നേടിയതിന്റെ അവാർഡായി മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന് ലഭിച്ച 10 ലക്ഷം രൂപയും വാർഷിക പദ്ധതിയിലും ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം. ചടങ്ങിൽ മുരളി പെരുന്നെല്ലി MLA അധ്യക്ഷനായി. DMO ഡോക്ടർ ശ്രീദേവി മുഖ്യാതിഥിയായി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശ്രീദേവി ജയരാജൻ,
ജിയോ ഫോക്സ്, MM റജീന, ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി, സാമൂഹിക ആരോഗ്യ കേന്ദ്ര സൂപ്രണ്ട് ഡോക്ടർ സജിത ബേഗം, ജനപ്രതിനിധികൾ, വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ ടൈം, തൃശൂർ. ചാലക്കുടിയിൽ പാർക്ക് ചെയ്തിരുന്ന കാറിന് തീപിടിച്ചു. സമീപത്തെ മുനിസിപ്പൽ ഓഫീസിലെ ജീവനക്കാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് എത്തിയ ചാലക്കുടി ഫയർഫോഴ്സ് തീയണച്ചു. പോട്ട സ്വദേശി ദിവ്യ ഓടിച്ചെത്തിയ കാറാണ് കത്തിയത്. ഇന്ന് ഉച്ചയോടെയായിരുന്നു സംഭവം. ചാലക്കുടി കലാഭവൻ മണി പാർക്കിന് മുന്നിലായിരുന്നു കാർ പാർക്ക് ചെയ്തിരുന്നത്. ഇതിനിടെ കാറിന്റെ മുൻഭാഗത്തു നിന്ന് പുക ഉയരുന്നത് കണ്ട് വർക്ക്ഷോപ്പ് ജീവനക്കാരെ വിളിക്കാനായി ദിവ്യ പോയിരുന്നു. ഇതിനിടെ പുക ഉയരുകയും തീ പിടിക്കുകയുമായിരുന്നു. സംഭവം കണ്ട മുനിസിപ്പൽ ഓഫീസിലെ ജീവനക്കാർ നഗരസഭാ കെട്ടിടത്തിലെ സൈറൺ മുഴക്കുകയും കെട്ടിടത്തിലുണ്ടായിരുന്ന ഫയർ എക്സ്റ്റിങ്ക്യൂഷൻ ഉപയോഗിച്ച് തീയണയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ തീ പടർന്നതോടെ ചാലക്കുടി ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു. തീപിടുത്തത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും കത്തിനശിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയാൽ കേരളം തകരുമെന്ന് KGOU ജനറൽ സെക്രട്ടറി VM ഷൈൻ. ശമ്പളവും പെൻഷനും മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് സബ് ട്രഷറിക്ക് മുന്നിൽ സെറ്റോ നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചരിത്രത്തിൽ ആദ്യമായി സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയത് ഇന്ന് 4ാം ദിവസമാണ്. സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ശമ്പളം മുടങ്ങിയാൽ കേരളം തകരുമെന്ന് KGOU ജനറൽ സെക്രട്ടറി VM ഷൈൻ. സർക്കാർ ജീവനക്കാരുടെയും സർവീസിൽ നിന്നും വിരമിച്ചവരുടെയും കൈവശമെത്തുന്ന ശമ്പളവും പെൻഷനുമാണ് കേരളത്തിന്റെ വിപണിയെയും അതിലൂടെ സമ്പദ്ഘടനയെയും ചലിപ്പിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിക്കുന്നത്. വിവിധ ആവശ്യങ്ങൾക്കും മറ്റുമായി കൈവശമെത്തുന്ന പണം മുഴുവൻ അതാത് മാസങ്ങളിൽ തന്നെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും സംസ്ഥാനത്ത് തന്നെയാണ് ചെലവഴിക്കുന്നത് എന്നത് തന്നെ കാരണം. സർക്കാർ ജീവനക്കാർ പണം ചെലവഴിക്കുന്നതിന്റെ പ്രയോജനം വഴിയോര കച്ചവടക്കാർ മുതൽ വമ്പൻ ഷോപ്പിംഗ് കേന്ദ്രങ്ങൾക്ക് വരെ ലഭിക്കുന്നു. KSFE ചിട്ടി മുതൽ സഹകരണ ബാങ്കുകളിലേക്ക് എത്തുന്ന നിക്ഷേപവും സാധാരണക്കാരൻ നടത്തുന്ന ചിട്ടികളിൽ വരെ എത്തുന്നു. സർക്കാർ ജീവനക്കാരന്റെ ശമ്പളം എത്തുന്ന ദിവസത്തിന് കണക്കാക്കിയാണ് പാൽ കച്ചവടക്കാരൻ, ചെറുകിട കച്ചവടക്കാരൻ, സാധാ തൊഴിലാളികൾ അടക്കം തന്റെ ഓരോ മാസത്തെയും സാമ്പത്തിക മാനേജ്മെന്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇങ്ങനെ പരോക്ഷമായും പ്രത്യക്ഷമായും സൃഷ്ടിക്കപ്പെടുന്ന തൊഴിലവസരങ്ങൾ ഇത്തരത്തിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിലൂടെയും പെൻഷനിലൂടെയും വിപണിയിലേക്ക് എത്തുന്ന പണത്തിന്റെ ഒരു ഭാഗം നികുതി ഇനത്തിൽ സർക്കാർ ഖജനാവിലേക്ക് തന്നെ തിരികെ എത്തുന്നു. ചുരുക്കത്തിൽ സംസ്ഥാനത്തിന്റെ സമ്പദ്ഘടനയിലേക്ക് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ഒരു ചെയിനായി, ചക്രമായി പ്രവർത്തിക്കുന്നു. ഈ പ്രക്രിയയാണ് കേരളത്തിന്റെ സമ്പദ്ഘടനയുടെ അടിസ്ഥാനശിലയിൽ ചെറുതല്ലെന്ന് സാരം. അതുകൊണ്ട് സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും വൈകി ലഭിക്കുന്ന അവസ്ഥയിൽ നിന്നും കുടിശ്ശികയാകുന്ന രീതിയിലേക്ക് സാഹചര്യം മാറിയാൽ കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക രംഗങ്ങളിൽ അതുണ്ടാക്കിയേക്കാവുന്ന തുടർചലനങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും അതിരൂക്ഷമായിരിക്കും. ഇതുമൂലം നാളുകളിൽ കേരളത്തിന്റെ നാനാതുറകളിലും അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കും. കഴിഞ്ഞ 4 ദിവസമായിട്ടും സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ശമ്പളവും പെൻഷൻകാർക്ക് പെൻഷൻ ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് കൊടുങ്ങല്ലൂർ സബ് ട്രഷറിയുടെ മുമ്പിൽ നടത്തിയ സെറ്റോ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു VM ഷൈൻ. സെറ്റോ ചെയർമാൻ രജിത് P. ഗോപാൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ TM കുഞ്ഞുമൊയ്തീൻ, KPSTS സംസ്ഥാന കമ്മിറ്റി അംഗം ദാമു, NGOS സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം രാജേഷ് KH, ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാജി നവാസ്, PN മോഹനൻ, മധു നല്ലയിടത്ത്, സുരേഷ് P. തുടങ്ങിയവർ പ്രതിഷേധ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. കയ്പമംഗലം മണ്ഡലത്തിന്റെ വിവിധ മേഖലകളിൽ നേരിടുന്ന കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനും നാഷണൽ ഹൈവേ നിർമ്മാണത്തിൽ കുടിവെള്ള പൈപ്പുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതിനുമായി ബന്ധപ്പെട്ട ടൈസൺ MLA ഉന്നത യോഗം വിളിച്ചു ചേർത്തു. കുടിവെള്ളം ക്ഷാമം പരിഹരിക്കാൻ അടിയന്തരമായി GPS ഘടിപ്പിച്ച വാഹനങ്ങളിൽ വാട്ടർ അതോറിറ്റിയുടെയും ഗ്രാമപഞ്ചായത്തുകളുടെയും നേതൃത്വത്തിൽ കുടിവെള്ളം വിതരണം ചെയ്യാൻ യോഗത്തിൽ തീരുമാനമായി. ഹൈവേയുടെ നിർമ്മാണത്തിൽ പൈപ്പ് ലൈനുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ PWയുടെയും വാട്ടർ അതോറിറ്റിയുടെയും എഞ്ചിനീയർ വിങ്ങുകൾ പരിശോധിച്ച് വേണ്ട നടപടികൾ വേഗത്തിലാക്കുവാൻ തീരുമാനിച്ചു. ജലജീവ മിഷന്റെയും പൈപ്പ് ലൈനുകൾ പൂർത്തിയാക്കേണ്ട പഞ്ചായത്തുകളിൽ എത്രയും വേഗത്തിൽ പണി പൂർത്തീകരിക്കുവാൻ തീരുമാനമായി. PWD റെസ്റ്റ് ഹൗസിൽ ചേർന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ KP രാജൻ, നിഷ അജിതൻ, MS മോഹനൻ, സീനത്ത് ബഷീർ, വിനീത മോഹൻദാസ്, ശോഭന രവി, TS ചന്ദ്രബാബു എന്നിവരും വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ ബാബു, ലിറ്റി ജോർജ്, ബിന്നി പോൾ, എഞ്ചിനീയർമാരായ പ്രജിത, ഹൈദ, ഓവർസിയർമാരായ ഹസീന, സുധീർ തുടങ്ങി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ എന്നിവരും പങ്കെടുത്തു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഇനി നാട്ടിൽ നടന്നത്.
3 ദിവസങ്ങളിലായി നടന്ന കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം സമാപിച്ചു. സമാപന സമ്മേളനത്തിൽ പുതിയ സംസ്ഥാന ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. പ്രവീൺ മോഹനനാണ് പുതിയ പ്രസിഡന്റ്. PB സുരേഷ് ജനറൽ സെക്രട്ടറി, ട്രഷറർ ബിനു ശിവദാസ് വൈസ് പ്രസിഡന്റുമാരായി, M മനസൂർ, VS ജ്യോതികുമാർ സെക്രട്ടറിമാരായി, PSCB നിസാം കോയപ്പറമ്പിൽ എന്നിവരെ തിരഞ്ഞെടുത്തു. കൊടകര സെന്റ് ജോസഫ് ഫൊറാന പള്ളിയിൽ മോഷണം. പള്ളിയുടെ ഓഫീസ് മുറിയുടെ വാതിലിന്റെ താഴെ തകർത്താണ് മോഷ്ടാവ് അകത്ത് കയറിയത്. സമീപത്തെ മതബോധന ഓഫീസിൽ കയറിയ മോഷ്ടാവ് സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിലാണ്. ലോക്കർ തുറക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. കൊടകര ഡോൺ ബോസ്കോ സ്കൂളിലും മോഷണം നടന്നു. 2 ഗ്രിൽ ഗേറ്റുകളുടെ താഴും സ്കൂളിന്റെ വാതിലുകളുടെ താഴും തകർത്താണ് മോഷ്ടാവ് അകത്ത് കയറിയത്. പള്ളിയിലും സ്കൂളിലും നഷ്ടപ്പെട്ടത് എന്തൊക്കെയാണെന്ന് പരിശോധിച്ച് വരികയാണ്. പള്ളിയിലെ നിരീക്ഷണ ക്യാമറകളും കൊടകര പോലീസ് പരിശോധിക്കുന്നുണ്ട്. ജില്ലയിലെ മികച്ച സംരംഭക സൗഹൃദ പഞ്ചായത്തായി വെള്ളാങ്കുളം പഞ്ചായത്ത് തിരഞ്ഞെടുക്കപ്പെട്ടു. 2022-23 സംരംഭ വർഷത്തിൽ 161 വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാൻ വെള്ളാങ്കുളം പഞ്ചായത്തിന് കഴിഞ്ഞു. ഇതിലൂടെ 4.57 കോടി നിക്ഷേപവും 317 തൊഴിലവസരങ്ങളും സൃഷ്ടിച്ചു. 2023-24 സംരംഭ വർഷത്തിൽ ലക്ഷ്യമിട്ട 94 വ്യവസായ യൂണിറ്റുകളിൽ 100% വ്യവസായ യൂണിറ്റുകളും ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചു. പഞ്ചായത്തിന് വേണ്ടി മന്ത്രി P രാജീവിൽ നിന്ന് പ്രസിഡന്റ് M മുകേഷ്, വൈസ് പ്രസിഡന്റ് ഫസ്ന റിജാസ്, സ്ഥിരം സമിതി അധ്യക്ഷ സിന്ധു ബാബു എന്നിവർ ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. അധ്യാപകനും ഗ്രന്ഥകർത്താവും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന IR കൃഷ്ണൻ മേത്രയുടെ 8ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണവും അവാർഡ് സമർപ്പണവും നടത്തി. IR കൃഷ്ണൻ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ SNDP യൂണിയൻ ഹാളിൽ നടന്ന ചടങ്ങിൽ മുരളീധരൻ ആനാപ്പുഴ അധ്യക്ഷത വഹിച്ചു. KKTM കോളേജ് മലയാള വിഭാഗം HOD ഡോക്ടർ G ഉഷാകുമാരി ജേതാവ് TV വിലാസിനിക്ക് അവാർഡ് സമർപ്പണം നടത്തി. TV വിലാസിനിയുടെ അടച്ചൂറ്റൽ എന്ന കവിതാ സമാഹാരത്തിനാണ് 15,000 രൂപയും ശില്പവും അടങ്ങുന്ന അവാർഡിന് അർഹയായത്. ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തിനെത്തുന്ന ഭക്തജലക്ഷങ്ങൾക്ക് അന്നദാനം നടത്തിവരുന്ന ഹൈന്ദവ സംഘടനകൾ യോഗം ചേർന്നു. മീനഭരണി അന്നദാന സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന മഹാസംഗമത്തിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. കഴിഞ്ഞ 12 വർഷമായി അന്നദാനം നടത്തിവരുന്ന സേവാഭാരതി അന്നദാന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾക്കായി 1001 അംഗ സ്വാഗത സംഘം രൂപീകരിച്ചു. അന്നദാന ജ്ഞാനസമിതി ചെയർമാൻ പ്രൊഫസർ P നാരായണൻകുട്ടി മേനോൻ അധ്യക്ഷത വഹിച്ചു. EMS സാംസ്കാരിക പഠന കേന്ദ്രത്തിന്റെ രജത ജൂബിലി പ്രഭാഷണ പരമ്പരയുടെ ഭാഗമായി ഒന്നുകിൽ ഫാസിസം അല്ലെങ്കിൽ ഇന്ത്യ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. പ്രമുഖ സാംസ്കാരിക പ്രവർത്തകൻ KN കുഞ്ഞു മുഹമ്മദ് സെമിനാർ നയിച്ചു. പഠന കേന്ദ്രം പ്രസിഡന്റ് ഡോക്ടർ KV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായി. TV നിതിൻ, മേഘന മുരളി, NS സുനിൽകുമാർ, P തമ്പി എന്നിവർ സംസാരിച്ചു. ചാലക്കുടി പോട്ട സുന്ദരി കവലയിൽ കാർ കിണറ്റിലേക്ക് മറിഞ്ഞ അപകടം. പോട്ട കളരിക്കൽ വീട്ടിൽ സതീശൻ, ഭാര്യ ജിനി, സുഹൃത്ത് ഷിബു എന്നിവർ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം ഏകദേശം 30 അടി താഴ്ചയുള്ള കിണറ്റിലേക്ക് വീഴുകയായിരുന്നു. സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ ചാലക്കുടി അഗ്നിരക്ഷാ നിലയത്തിലെ ജീവനക്കാർ കാറിലുണ്ടായിരുന്ന ആളുകളെ രക്ഷപ്പെടുത്തി. സേന എത്തിയപ്പോഴേക്കും കാർ വെള്ളത്തിലേക്ക് സാവധാനം താഴ്ന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സേനാംഗങ്ങൾ ഉടൻ തന്നെ കിണറ്റിലിറങ്ങി എല്ലാവരെയും പുറത്തെത്തിച്ചു. കലാഭവൻ മണിയുടെ 8ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കുന്നിശ്ശേരി കുടുംബ ട്രസ്റ്റ്, പട്ടികജാതി ക്ഷേമ സമിതി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ അനുസ്മരണ സമ്മേളനവും അവാർഡ് ദാനവും സംഘടിപ്പിക്കുന്നു. മാർച്ച് 6-ന് കുന്നിശ്ശേരി രാമൻ സ്മാരക കലാഗ്രഹത്തിൽ രാവിലെ 10:30 നടക്കുന്ന അനുസ്മരണ ചടങ്ങ് സിനിമാ സംവിധായകൻ വിനയൻ ഉദ്ഘാടനം ചെയ്തു. 2024 വർഷത്തെ 10,000 രൂപയും ശില്പവും അടങ്ങിയ കലാഭവൻ മണി പുരസ്കാരം ഗായകൻ കലാഭവൻ പീറ്ററിന് സമ്മാനിക്കും. RLV രാമകൃഷ്ണൻ, PC മനോജ്, സിനീഷ് കുന്നിശ്ശേരി, AR ഹരി, AA ബിജു, രഞ്ജിത്ത്, സജിത്, പ്രവീൺ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു. സീറോ മലബാർ സഭയുടെ ഏകീകൃത ദിവ്യബലിക്കായി സീറോ മലബാർ സഭ മാർത്തോമാ നസ്രാണി സംഘം ചൊവ്വാഴ്ച എറണാകുളം അങ്കമാലി രൂപത ബിഷപ്പ് ഹൗസിലേക്ക് വിശ്വാസ അവകാശ സംരക്ഷണ പ്രഖ്യാപന റാലി നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാർപ്പാപ്പയുടെ തീരുമാനത്തെ അനുസരിക്കാത്ത എല്ലാ മേലധികാരികളെയും വിമത വൈദികരെയും പുറത്താക്കണമെന്നും സംഘാടകർ അറിയിച്ചു. അയ്യമ്പള്ളി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി കിഴക്കിനിയടുത്ത മേക്കാട്ടുമന ബ്രഹ്മശ്രീ മാധവൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മാർച്ച് 9 വരെയാണ് ഉത്സവാഘോഷം. എല്ലാ ദിവസവും വൈകിട്ട് താരമരവ്, വിവിധ കലാപരിപാടികൾ എന്നിവ നടക്കും. വെള്ളിയാഴ്ച ശിവരാത്രി ആഘോഷിക്കും. ശനിയാഴ്ച ആറാട്ട് മഹോത്സവ ദിനം. രാവിലെ ചേരാനല്ലൂർ ശങ്കരൻകുട്ടി മലർ നയിക്കുന്ന പഞ്ചാരിമേളം, വൈകിട്ട് പകൽപൂരം, മേജർ സെറ്റ് പഞ്ചവാദ്യം, ഇലഞ്ഞിത്തറ മേളം, പ്രമാണി കിഴക്കൂട് അനിയന്മാർ നയിക്കുന്ന പാണ്ഡിമേളം എന്നിവ നടക്കും.
ആരോ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച ശ്രീജ അനിൽകുമാറിന്റെ കാലത്തിന്റെ കയ്യൊപ്പുകൾ എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. ആനാപ്പുഴ പണ്ഡിറ്റ് കറുപ്പന് വായനശാലയിൽ നടന്ന പ്രകാശന ചടങ്ങിൽ കേരള സാഹിത്യവേദി പ്രസിഡന്റ് GK പിള്ള അധ്യക്ഷത വഹിച്ചു. സാക്ഷരതാ മിഷൻ മുൻ ഡയറക്ടറും സാഹിത്യകാരനുമായ ഡോക്ടർ ഗോപിനാഥ് പനങ്ങാട് പ്രശസ്ത കവി ബക്കർ മേത്തലയ്ക്ക് നൽകി പുസ്തകം പ്രകാശനം നിർവഹിച്ചു. ഡോക്ടർ P ശാലിനി പുസ്തക പരിചയം നടത്തി. തങ്കരാജ് ആനാപ്പുഴ, എഴുത്തുകാരി ശ്രീജ അനിൽകുമാർ, വായനശാല വൈസ് പ്രസിഡന്റ് NH സാംസൺ, C ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജില്ലാ ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ പ്രചരണാർത്ഥം തയ്യാറാക്കിയ VIP ടാഗ് ലൈൻ വീഡിയോ പ്രകാശനം ചെയ്തു. മുല്ലശ്ശേരി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ദന്തരോഗ വിഭാഗവും ഐസൊലേഷൻ വാർഡും പ്രവർത്തനം തുടങ്ങി. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം സമാപിച്ചു. സമാപന സമ്മേളനത്തിൽ പുതിയ സംസ്ഥാന ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.